ഇപ്പോൾ ഈ പറഞ്ഞ 13 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ തുല്യതയില്ലാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച അക്ഷരമാലകൾ ഒന്നുകൂടെ അത് എഴുതുകയും അത് ഉച്ചരിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ. ഇത്ര അക്ഷരം ഞാൻ എഴുതിയില്ലേ? ജീം എങ്ങനെ എഴുതിയത്, ഹാ എങ്ങനെ എഴുതിയത്, ഹാ എങ്ങനെ എഴുതിയത് എന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് വരക്കുക, താഴേക്ക് ഇങ്ങനെ ചരിക്കുക. അപ്പൊ ഈ 3 അക്ഷരവും ഇതേ രീതിയിലാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തിട്ട് താഴേക്ക് ഇങ്ങനെ ചരിച്ച് വരക്കുക. വേണമെങ്കിൽ പതുക്കെ ഇവിടെ ചരിച്ചൊന്ന് മുട്ടിച്ചേക്കുക. ഇങ്ങനെയാണ് ജീം, ഹാ, ഹാ എന്നൊക്കെ നമ്മൾ എഴുതുന്നത്. അപ്പൊ അലിഫ്, ബാ, താ, ഹാ, ജീം, ഹാ, ഖാ, ദാല്, റാല്, റാ, സാ, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ലാ. ഇത്രയും എഴുതിയതില് സീനും ഷീനും സ്വാദും ലാദും ത്വാവും ലാവും എങ്ങനെയാണ് അത് എഴുതുന്നത് ശ്രദ്ധിക്കണം. സീന് 3 പോയിന്റ് ഇടുക, 3 കുനിപ്പ് വേണം. 1, 2, 3. എന്നിട്ട് താഴേക്ക് വരക്കുക. 1, 2, 3. സീനും ഷീനും ഒക്കെ ഈ രീതിയിലാണ് ഇടേണ്ടത്. പിന്നെ സ്വാദ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അത് താഴേക്ക് പതുക്കെ എടുത്തിട്ട് പൊക്കത്തിലേക്ക് വരക്കുക. അപ്പൊ സ്വാദും ലാദും ഒക്കെ ഈ രീതിയിൽ എഴുതി പഠിക്കുക. പിന്നെ ത്വാവും ലാവും ഇങ്ങനെ ആദ്യം വരക്കുക. എന്നിട്ട് ഒരു 0 ഇങ്ങനെ, ഒരു 0 ഇങ്ങനെ ചരിച്ച് മുട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇംഗ്ലീഷിൽ ബി എഴുതുന്ന പോലെ, ഇംഗ്ലീഷിൽ ബി എഴുതാറുണ്ടല്ലോ അതേമാതിരി. പക്ഷെ ബി എഴുതുന്ന പോലെ നേരെ എഴുതരുത്. ഇത് പൊക്കത്തിൽ കൊണ്ടുപോയിട്ട് ചരിച്ചിങ്ങനെ വെക്കണം ഈ രീതിയിൽ. ഐന്, ഐന്, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂന്, ഹാ. ഹാ എഴുതേണ്ടത് ഇങ്ങനെ എടുക്കുക. മലയാളത്തിൽ നമ്മൾ ഴ എഴുതുന്ന പോലെ തിരിച്ചെഴുതുക. ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിൽ കൂടെ കൊണ്ടുവന്ന് താഴെ വന്നിട്ട് വളച്ചു കൊടുക്കുക. ഹാ. വാവ് റാ പോലെ ഇട്ട് വളച്ചു കൊടുക്കുക. വാവ്, യാ. ഒന്നുകൂടെ ഉച്ചരിക്കാം. അലിഫ്, ബാ, താ, ഹാ, ജീം, ഹാ, ഖാ, ദാല്, റാല്, റാ, സാ, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ലാ, ഐന്, ഗൈന്, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂന്, ഹാ, വാവ്,
യ. ഇതാണ് അറബിയിലെ 28 അക്ഷരമാലകൾ.